ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ മൂവി റിവ്യൂ ആയിട്ട് എത്തിയിരിക്കുക. ക്യാപ്റ്റൻ എന്ന മൂവി റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ശക്തി സൗന്ദരരാജനാണ് മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് ഇദ്ദേഹം. കാരണം ടിക് ടിക് ടിക്, മിരുതൻ, പിന്നെ ടെഡി ഇങ്ങനെ സിനിമകളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം ക്യാപ്റ്റൻ എത്തിയിരിക്കുന്നത്. അപ്പം ഫുള്ളൊരു എക്സ്പെരിമെൻ്റൽ ടൈപ്പ് ഓഫ് മൂവിയാണ് ഇദ്ദേഹം ഫുൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ഇദ്ദേഹത്തിന്. ഇതിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ എത്തിയിരിക്കുന്നത് ആര്യ, പിന്നെ സിമ്രൻ, ഐശ്വര്യലക്ഷ്മി, ഹരീഷ് ഉത്തമൻ എന്നിവരൊക്കെയാണ്. മൂവി ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആര്യയുടെ കഥാപാത്രത്തിന് ആണ് ക്യാപ്റ്റൻ. ഒരു മിഷന് പോകുന്നതൊക്കെയാണ് മൂവി കഥ പറഞ്ഞു പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പട്ടാളക്കാർ ഒരു ഏരിയയിലോട്ട് ഒരു ഫോറസ്റ്റ് ഏരിയയിലോട്ട് പോകുന്നു. അവർ തിരിച്ചു വരുന്നില്ല. ഇവർക്കെന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ആര്യ ടീമായിട്ട് പോകുന്നു. ക്യാപ്റ്റനായ ആര്യ, പട്ടാളക്കാരൻ ക്യാപ്റ്റനായ ആര്യ ടീമായിട്ട് പോകുന്നു. പിന്നെ തുടർന്ന് നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് മൂവി കഥ പറഞ്ഞു പോകുന്നത്. സിനിമയിൽ ആകെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യമെന്ന് വെച്ചാൽ പാട്ടും കൊള്ളാമായിരുന്നു, BGM കൊള്ളാമായിരുന്നു. പിന്നെ ആര്യയുടെ അഭിനയം ഭയങ്കരമായിട്ടൊന്നുമില്ല, എന്നാൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിൽ. കാരണം ഭയങ്കര ഒരു അഭിനയ പ്രാധാന്യമുള്ള റോളല്ലെങ്കിൽ പോലും അത് നല്ല രീതിയിൽ, കുഴപ്പമില്ലാത്ത രീതിയിൽ ആര്യ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയാണ് മൂവിയെക്കുറിച്ച് സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അത് നമുക്ക് മറ്റു ക്യാരക്ടർ അഭിനയിലോട്ട് കിടക്കാം. സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് ആരുടെ ക്യാരക്ടർ കണക്കിന് മറ്റ് ക്യാരക്ടേഴ്സിന് വലിയ അഭിനയ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ പോലും ചില സീൻസിലൊക്കെ ചിലവരൊക്കെ ഒരു ഡീസൻ്റ് അല്ലാത്ത ഒരു നാടകീയത കലർന്നൊരു അഭിനയമായിട്ട് എനിക്ക് തോന്നി. ഒരു ഫിനിഷിംഗ് ഇല്ല, അതൊരു കംപ്ലീറ്റ്നെസ് ഇല്ലാത്തൊരു അഭിനയമായിട്ട് എനിക്ക് തോന്നി. അത് ചിലയിടത്ത് നല്ല മുഴച്ചു നിൽക്കുന്നുണ്ട് സിനിമയിൽ. പിന്നെ പറയേണ്ടത് VFX. സിനിമ ട്രെയിലർ കണ്ടപ്പോൾ VFXനെ കുറിച്ച് നല്ലൊരു ധാരണ കിട്ടിയായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ച സ്റ്റോറി ഇദ്ദേഹം ശക്തി സൗന്ദരരാജനാണ്, VFX മാത്രമായിരിക്കും, ഈ ഒരു കുറച്ച് പോർഷനല്ലേ, ബാക്കിയൊക്കെ നല്ല പൊളിയായിരിക്കും എന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞ ഗൈസ്, ഈ പ്രെഡേറ്ററായിട്ട് വരുന്ന സീനൊക്കെ സത്യം പറഞ്ഞാൽ പ്രെഡേറ്റർ മുകളിൽ നിന്ന് ആക്രമിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട സത്യം പറഞ്ഞാൽ ഇറങ്ങിപ്പോകാൻ തോന്നും. ഒട്ടും എഫേർട്ട് എടുക്കാതെ ചെയ്തൊരു ഫീലാണ് VFX ഒക്കെ എനിക്ക് തോന്നിയത്. പിന്നെ ക്ലൈമാക്സിൽ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ VFX എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഈ ബൊമ്മേനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണൊക്കെ ഒരു കംപ്ലീറ്റ്നെസ് നല്ല ഒരു ഫീൽ തോന്നില്ല VFXൻ്റെ ആയിട്ട്. ഒരു ബിലോ ആവറേജ്, ഒരു അട്ടർ ഫ്ലോ VFX ആണ് മൂവിയിൽ കാണിക്കുന്നത്. പിന്നെ സ്റ്റോറിയിലോട്ട് ഞാൻ ഒരു ബേസിക് പ്ലോട്ട് പറഞ്ഞിരുന്നു നേരത്തെ. അപ്പോൾ അതിനൊരു എലാബറേറ്റ് ചെയ്താണ് മൂവി കഥ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒട്ടും എൻഗേജിങ് അല്ല മൂവി. ഒരു ഫസ്റ്റ് ഹാഫ് ഒരു രീതിയിൽ പോയിട്ട് സെക്കൻഡ് ഹാഫ് ഇങ്ങനെ. അപ്പോൾ ക്ലൈമാക്സ് സത്യം പറഞ്ഞാൽ കാണാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഗ്രാഫിക്സ് VFX എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും പോരാ. പിന്നെ അതോടൊപ്പം തന്നെ ഈ ആകെ സിനിമയിൽ കഥയായിട്ട് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ക്ലൈമാക്സിന് തൊട്ട് മുന്നത്തെ മീൻസ് സെക്കൻഡ് ഹാഫിനും തുടക്കവും ക്ലൈമാക്സിന് ഇടയ്ക്കൊരു കുറച്ച് ഭാഗമുണ്ട്. അത് മാത്രമാണ് സിനിമയിൽ ഒത്തിരി ബെറ്ററായിട്ട് ഒത്തിരി ഗ്രിപ്പിംഗ് ആയിട്ട് സ്റ്റോറിയിലെത്തി തോന്നുന്നത്. ബാക്കി എല്ലാം ഒരു ബിലോ ആവറേജ് അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് എനിക്ക് മൂവിയെക്കുറിച്ച് പറയാനുള്ളത്. ശക്തി സൗന്ദരരാജൻ എനിക്ക് കുറച്ചുകൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായിരുന്നു. പക്ഷേ ഈ മൂവി കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ ഭയങ്കര ഒട്ടും കണ്ടിരിക്കാൻ പറ്റാത്തൊരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ പ്രെഡേറ്ററുമായിട്ടുള്ള ഫൈറ്റ് സത്യം പറഞ്ഞാൽ അത് എങ്ങനെയാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ക്ലൈമാക്സ് ഫൈറ്റൊക്കെ എൻ്റെ പൊന്നോ, കാണാൻ പറ്റത്തില്ല അതൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാണ് എനിക്ക് മൂവിയെക്കുറിച്ച് പറയാനുള്ളത്. ഒരു ബിലോ ആവറേജിന് താഴെയുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് മൂവിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ മൂവി കണ്ടിട്ട് നിങ്ങൾക്ക് ഇതേ അഭിപ്രായമാണോ? നിങ്ങൾക്ക് ഈ മൂവി എന്താണ് തോന്നിയെന്ന് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു ഗൈസ്.